വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും കുറച്ചു കാലം സ്റ്റോർ ചെയ്ത് വെക്കാനായാലും ഒക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ ഇതിപ്പോൾ ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ്. അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇത് മുട്ടയായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ആയാലും ഈ ഒരു രീതിക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ശർക്കര ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. 1/2 കപ്പ് റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേർത്ത വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് തടിച്ച റവയൊക്കെ ആണെങ്കിൽ മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് 2 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം പറ്റുന്ന രീതിക്കുള്ള കൂട്ടായിരിക്കും നമുക്ക് കിട്ടുക. അത് റവയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാകത്തിനാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് കൂട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കൂട്ട് ഒന്നും കൂടെ ടൈറ്റായിട്ട് വരും. റവയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ വികസിച്ച് വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരല്പം പറ്റുന്ന രീതിക്കായതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പകുതിയോളം കൂട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പലകയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരേ കനത്തിലേക്ക് ഞാനിവിടെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് നല്ലപോലെ കയ്യിൽ വെച്ച് റോൾ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഷേപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വികസിച്ച് എണ്ണയുടെ മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും. ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ശർക്കരയൊക്കെ നല്ല കളറുള്ളതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ ഒരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. വെട്ട് കേക്കിൻ്റെ ഒക്കെ രീതിയിലാണ് ഇത് ഉണ്ടാകുക. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 3-4 ദിവസത്തോളമൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.